ഹലോ ഗേസ്, അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഈസ് കമ്മിങ് ടു ആൻ എൻഡ്. അതെ, ഞാൻ ഫൈനൽ ഇയർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ഇനി വളരെ കുറച്ച് ദിവസം കൂടെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ SH കോളേജിലെ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കഴിഞ്ഞ് എന്താ പ്ലാൻ എന്ന് ചോദിച്ചാൽ 2-3 സംഭവങ്ങൾ മനസ്സിലുണ്ട്. അത് വഴിയെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ കോളേജിലെ എത്നിക് ഡേ സെലിബ്രേഷനാണ്. സാധാരണ ഞങ്ങൾക്ക് ഒരു ദിവസം ഫുൾ തരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോർഷൻസ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് ഫുൾ ഡേ ഇല്ല. ആഫ്റ്റർ ക്ലാസ് ആണ് ഇപ്രാവശ്യം എത്നിക് ഡേ വെച്ചേക്കുന്നത്. പിന്നെ രാവിലത്തെ വീഡിയോസൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് റെഗുലർ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിരുന്ന് വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ഇനി കുറച്ച് നാളും കൂടെ അല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ കിട്ടുന്ന സമയമൊക്കെ മാക്സിമം ഫ്രണ്ട്സിനൊപ്പം സംസാരിച്ചിരുന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ചൊവ്വാഴ്ച, അതായത് ഇനി 3 ദിവസം കൂടെ കാണും ക്ലാസ്. അത് കഴിഞ്ഞാൽ പിന്നെ എക്സാം തുടങ്ങും. അറ്റൻഡൻസ് മിക്കവാറും ഈ ചൊവ്വാഴ്ച കൊണ്ട് ക്ലോസ് ആവാനാണ് ചാൻസ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ഇവൻ്റെ ഷോയെ. കാണാൻ കുറച്ച് ഭംഗിയുണ്ടെന്ന് വെച്ച് ഇത്ര അഹങ്കാരമൊക്കെ പാടുമോ? പിന്നെ ഞാൻ ഓർക്കും എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ നിർത്തി പോകുമായിരിക്കും എന്ന്. ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മക്കളെ നിങ്ങൾ അടിച്ചു പൊളിച്ചോ. എത്രത്തോളം അടിച്ചു പൊളിക്കാൻ പറ്റുമോ അത്രയും എൻജോയ് ചെയ്തോ. കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കോളേജൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങാൻ നിൽക്കുന്ന ടൈം ആകുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഉള്ളത് പറയാനാണെങ്കിൽ ഇന്നത്തെ പരിപാടി എനിക്ക് അത്ര കണ്ടങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തോ എൻ്റെ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. പക്ഷേ പരിപാടി നൈസായിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സ്നാക്സൊക്കെ കഴിക്കാൻ വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേസ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ബൈ.